ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ പാകിസ്ഥാൻ്റെ ഫൈറ്റർ ജെറ്റുകൾ 6 മറ്റോ വീഴ്ച്ചു. പിന്നെ 10 UCAV വിമാനം, ആളില്ലാത്ത വിമാനങ്ങൾ അത് വീഴ്ത്തിയിട്ടുണ്ട്. ഒരു C-130 ട്രാൻസ്പോർട്ട് വിമാനം വീഴ്ത്തിയിട്ടുണ്ട്. ഇതൊക്കെ വളരെ മുമ്പേ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഔദ്യോഗികമായി ഇന്ത്യൻ വ്യോമസേനയുടെ തലവൻ അത് പറഞ്ഞു. പക്ഷേ അതിനകത്ത് വാർത്ത അതല്ല. വളരെ പെട്ടെന്ന് പറയുകയാണ്, ഞങ്ങളിതെല്ലാം വീഴ്ത്തിയത് റഷ്യ നൽകിയ S-400 ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ വിമാനങ്ങൾ പാകിസ്ഥാനെ നമ്മൾ അടിച്ചിട്ടു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒഫീഷ്യലി പറഞ്ഞില്ലെങ്കിലും കേട്ട് ചിത്രങ്ങളൊക്കെ കണ്ട് നമ്മൾ ബോധ്യപ്പെട്ടതാണ്. പക്ഷേ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളാവുകയും റഷ്യയുമായി നമ്മൾ കൂടുതൽ ചേർന്ന് നിൽക്കുകയും ചൈന ഗ്ലോബൽ ടൈംസിൽ ഇന്ത്യക്ക് വേണ്ടി കാർട്ടൂണുകളും ചിത്രങ്ങളും ലേഖനങ്ങളും തുടരെ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യൻ വ്യോമസേന പറയുന്നു S-400 അതാണ് ഈ പാകിസ്ഥാനും മാരകമായ പ്രഹരം ഏൽപ്പിച്ചത് എന്ന് പറയുന്നത് ഒരു മെസ്സേജ് അല്ലേ? മെസ്സേജ് വളരെ കൃത്യമാണ്. ആ മെസ്സേജ് കൃത്യമായിട്ട് അമേരിക്കയ്ക്കുള്ള മെസ്സേജാണ്. അതായത് ഈ പുതിയ ജിയോ പൊളിറ്റിക്സ് മാറി. ആ ജിയോ പൊളിറ്റിക്സ് മാറിയപ്പോഴത്തേക്ക് ഇനിയിപ്പം റഷ്യ, ഇന്ത്യ, ചൈന, ഇതാണ് RIC ഇതാണ് വരാൻ പോകുന്ന ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞത്. അതിനകത്ത് ഇന്ന് അമിത് പ്രീത് സിംഗ്, അതായത് നമ്മുടെ വ്യോമസേന മേധാവി, വളരെ കറക്റ്റാണ് സുനിൽ പറഞ്ഞത്. 2 പോയിന്റാണ് പുള്ളി ഊന്നി പറഞ്ഞത്. ഒന്ന്, ഗെയിം ചേഞ്ചർ, S-400 ഒരു ഗെയിം ചേഞ്ചറായി മാറി. 2, ഇതൊരു ഹൈടെക് യുദ്ധമായിരുന്നു, അല്ല ഗെയിം ചേഞ്ചറായി മാറി. ഒപ്പം നമ്മളുടെ ബ്രഹ്മോസ് മിസൈൽ, പിന്നെ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ നടന്ന ബ്രഹ്മോസും റഷ്യയുടെയാണ്. അതെ, അതുപോലെ തന്നെ ഇത് നമ്മളുടെ ഒരു ഹൈടെക് വാറായിരുന്നു പറഞ്ഞു. അപ്പോൾ ഈ ഇതുവരെ ഉണ്ടായിരുന്നപ്പോൾ അമേരിക്കയുടെ ഒരു വലിയൊരു ശക്തി എന്ന് പറഞ്ഞാൽ ഇതൊരു മിലിറ്ററി ബേസ് എന്ന് വെച്ചാൽ ട്രഡീഷണൽ മിലിറ്ററി ബേസാണ് അവരുടെ. ഇപ്പോഴും അവരുടെ ഈ പറഞ്ഞ പോലെ മിലിറ്ററി ബേസ് 80 രാജ്യങ്ങളിൽ അവരുടെ മിലിറ്ററി ബേസ് ഉണ്ട്. ഇവിടെ എല്ലാം അവരുടെ ട്രഡീഷണൽ മിലിറ്ററി ബേസിൽ നിന്ന് അവർക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ കഴിഞ്ഞ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ കണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ട്രഡീഷണൽ വാറും ഒരു ഹൈടെക് വാറുമാണ് കണ്ടത്, അല്ലെങ്കിൽ ഒരു ഹൈടെക് ആയിട്ടുള്ള ഒരു വാർ ഫെയറാണ് കണ്ടത്. ഇന്ത്യ കറക്റ്റ് ഇന്ത്യയുടെ ഒരു ഹൈടെക് കേപ്പബിലിറ്റി എടുത്ത് ഉപയോഗിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് മെസ്സേജ് കൊടുക്കുകയാണ്, ഹൈടെക് വാറിൽ ഇന്ന് ഇന്ത്യയെ തോൽപ്പിക്കാൻ ഇന്ന് ഭൂമിയിൽ ആരും ഇല്ല എന്നുള്ളൊരു മെസ്സേജുകളുണ്ട്. ഉദാഹരണത്തിന് അമേരിക്കയിലെ ഇപ്പോൾ ഗൂഗിൾ എടുത്ത് നോക്കിയാലും ഇന്ത്യയിൽ എടുത്ത് നോക്കി കഴിഞ്ഞാലും മൈക്രോസോഫ്റ്റ് ആണെങ്കിലും എല്ലാം ലീഡ് ചെയ്യുന്നത് ലീഡേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യക്കാരാണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ 60% IT പിന്നെ ഉദ്യോഗസ്ഥരെന്ന് പറയുന്നത് ഇന്ത്യക്കാരാണ്. സിലിക്കോൺ വാലി പോയാലും സെയിം ആണ് അവസ്ഥ. അപ്പോൾ ഇന്ത്യയുടെ അടുത്ത് ഹൈടെക് വാറുകൾ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ അമേരിക്കയുടെ കേപ്പബിലിറ്റി, അമേരിക്കയുടെ പറഞ്ഞ വലിയ ശക്തിയാണല്ലോ, തീർച്ചയായിട്ടും വലിയ ശക്തിയാണ്. അപ്പോൾ അത് എത്ര വന്നു കഴിഞ്ഞാലും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു ഹൈടെക് വാർ, കാര്യം ഇനി പഴയതുപോലുള്ളൊരു വലിയ തീർച്ചയായിട്ടും നമുക്ക് യുദ്ധസന്നാഹങ്ങളൊക്കെ വേണ്ടി വരും, അത് വേണ്ടതല്ല. പക്ഷേ ഈ വാറിൻ്റെ മോഡ് മാറുകയാണ്. അത് ഹൈടെക് വാറിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരിടാൻ തയ്യാറാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ വിശേഷിച്ചും ഈ 2 തലങ്ങളിൽ വേണ്ടി വരും. ഒന്ന് ഭൗതികമായിട്ട് ഓൺ ദ ഗ്രൗണ്ട് വേണ്ടി വരും, അതുപോലെ പിന്നെ കടലിൽ വേണ്ടി വരും. അതിനൊക്കെയുള്ള സംവിധാനം ഈ 3 രാജ്യങ്ങൾ ഒത്തുചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരവസ്ഥയാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ ഹൈടെക് വാറിലേക്ക് അദ്ദേഹത്തിൻ്റെ ആ സ്പീച്ചിൽ അമിത് പ്രീത് സിംഗിൻ്റെ ഇപ്പം നമുക്ക് പെട്ടെന്ന് തോന്നുന്നു എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇപ്പം വന്നിങ്ങനെ പത്രസമ്മേളനം നടത്തിയത്. അതെ അല്ലേ, 2-3 മാസം കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞ ദിവസം ഈ അജിത് ഡോവൽ അവിടെ പോയിട്ട് ഇപ്പം പുടിനെ കണ്ടു. അതിൻ്റെ അവരുടെ ആ മീറ്റിങ്ങിൻ്റെ സ്പീച്ചിൻ്റെ അജിത് ഡോവലിൻ്റെ ആ സ്പീച്ചിൻ്റെ ഒരു ക്ലിപ്പിങ്സ് കണ്ടിരുന്നു സാർ. അതിനകത്ത് വളരെ വ്യക്തമാണ് ഈ ഇന്ത്യയുടെ ഒരു റഷ്യയും പുടിനും തമ്മിലുണ്ടാകുന്ന ആ ഒരു അലയൻസ്, അതല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്സ്. അല്ല, അവർ രണ്ടുപേരും കണ്ടുമുട്ടുന്ന മീറ്റിങ്ങിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടായിരുന്നു. അതായത് പറഞ്ഞത് ബോഡി ലാംഗ്വേജ് ഉണ്ടായിരുന്നു. അത് ഭാഷയുടെ ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ, അതും വളരെ വ്യക്തമായിരുന്നു. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു കുറേയൊക്കെ ഈ തിയേറ്ററിക്സ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഇത് അമേരിക്കയുടെ കാഴ്ചയ്ക്കൂടെ വേണ്ടി ഇനാക്ട് ചെയ്യുന്ന ഒരു പ്ലേ ആണ്. ഇനിയിപ്പോൾ ഇതേ സെയിം സാധനം തന്നെയാണ് മോഡി ഇനിയിപ്പോൾ ചൈനയിലേക്ക് പോകുമ്പോഴേക്കും ഷോ ആയിരിക്കും സംഭവം. അപ്പോൾ ഈ ഒരു ജിയോ പൊളിറ്റിക്സിൻ്റെ ഒരു സംഗതിയും അമേരിക്ക വരട്ടാൻ നോക്കണ്ട എന്നുള്ളൊരു സംഗതി അതും കൂടെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇറാനിൽ സംഭവിച്ചത്. അപ്പോൾ ഈ ചൈന പാകിസ്ഥാൻ കൊടുത്തിരുന്നത് വെറും പടക്കവും പൊട്ടാസും ഒക്കെ ആയിരുന്നു, അതാണ് അവർ എടുത്ത് ഉപയോഗിച്ചത്. പക്ഷേ ഇറാൻ ഇസ്രായേലിന് നേരെ പ്രയോഗിച്ച സാധനങ്ങൾ മോശമില്ലാത്ത സാധനങ്ങൾ, അതെ, മനസ്സിലായില്ലേ? അതെവിടെ നിന്ന് കിട്ടിയതാ?
അത് ചൈന സപ്ലൈ ചെയ്ത സാധനമാണ്. അതെ. അപ്പോൾ ഈ ഹൈടെക് വാറിൻ്റെ മാത്രമല്ല, ഈ ടെക്നോളജിയിൽ ചൈന വളരെ ഇന്നോവേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടെക്നോളജിക്കൽ ഹൈടെക് വാറാണ് ഞങ്ങളുടെ ഇപ്പോൾ അമേരിക്ക ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ദുരുദ്ദേശം ഉണ്ടെങ്കിൽ അതിനെ നേരിടാൻ പോകുന്നത് ഞങ്ങൾ ഹൈടെക് സംവിധാനം കൊണ്ടല്ല. അല്ല, മസ്ക് തന്നെ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ എയർഫോഴ്സ് വിമാനങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞു, ഡ്രോൺ ഉണ്ടാക്കിയാൽ മതി. അതെ, അതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ അതുപോലെ സ്വാൻ ടെക്നോളജി, ഇപ്പോൾ ഈ പറഞ്ഞ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് പോയിട്ട് കൊതു കാണുന്നേ വിചാരിക്കത്തുള്ളൂ. നമ്മളെ ദേഹത്തു നിന്നൊരു കൊതു കടിക്കും, സംഗതി കഴിയും. അപ്പോൾ ആ ഒരു സ്വാൻ ടെക്നോളജി ആ ഒരു ലെവലിലേക്കാണ് വരുന്ന സാധനം. അപ്പോൾ ഈ ഹൈടെക് ടെക്നോളജിയിൽ ഇനി എന്തൊക്കെയാണ് വരാൻ, ഇപ്പം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് യുദ്ധമല്ലായിരുന്നു, അത് ഒരു എക്സസൈസ് ആയിരുന്നു, വെറും ഒരു മിയർ എക്സസൈസ് ആയിരുന്നു. ഈവൻ ഇറാനിൽ പോലും യുദ്ധം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലായിരുന്നു, യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ വളരെ ഈ പുതിയ വരാൻ പോകുന്ന ആ ഒരു കാലഘട്ടത്തിലെ അല്ലെങ്കിൽ ഈ പുതിയ യുഗത്തിലെ യുദ്ധത്തിൻ്റെ തന്ത്രങ്ങളാണ്. ഉദാഹരണത്തിന് യമൻ, എത്ര കപ്പലുകളാണ് അമേരിക്കയുടെ അവിടെ റെഡ് സീയിൽ തകർന്നു കളഞ്ഞത് അല്ലേ, ഹൂതികൾ. അപ്പോൾ ഈ ഹൂതികൾ ഉപയോഗിക്കുന്ന ഹൂതികളുടെ റിസർച്ച് സംവിധാനത്തെ കൊണ്ട് ഡെവലപ്പ് ചെയ്ത സാധനമാണോ? അല്ല, അത് ചൈന പ്രൊവൈഡ് ചെയ്യുന്നതാണ്, ഇറാൻ വഴി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നേരിട്ട് ചൈന അതുപോലെ തന്നെ സാറ്റലൈറ്റ് മെസ്സേജസും കൊടുക്കുന്നുണ്ട്. അമേരിക്കയുടെ കപ്പലുകൾ എവിടെ എത്തുന്നുള്ളത് കൃത്യമായിട്ട് ഹൂതികൾക്ക് വിവരം കിട്ടുന്നുണ്ട്, അടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ഈ മാറുന്ന ജിയോ പൊളിറ്റിക്സിൽ ഇത് ട്രംപിനും അമേരിക്കയ്ക്കും അല്ലെങ്കിൽ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനുള്ള ഒരു കൃത്യമായ മെസ്സേജാണ്. ആ മെസ്സേജ് ഇന്ന് ഇന്ത്യയുടെ ഭാഗത്ത് വന്നിരിക്കുകയാണ്. ഇത് ഇന്ത്യയുടെ നിലപാടിൻ്റെ ഒരു വ്യക്തതയും കൂടെയാണ്. കാര്യം നമ്മൾ ഇതിപ്പോൾ യുദ്ധമാണ് നടക്കുന്നത്, വ്യാപാര യുദ്ധമാണ് നടക്കുന്നത്, അല്ലാതെ വെറും ഒരു ട്രേഡിൻ്റെ ഇഷ്യൂ അല്ല നടക്കുന്നത്. ദിസ് എ ട്രേഡ്, ഇതിപ്പോൾ എന്താ പറയുക, ഒരു ടാരിഫ് വാറാണ് നടക്കുന്നത്. അപ്പോൾ ആ യുദ്ധസമാനമായ ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഓരോരോ സംഗതികൾ പ്രയോഗിക്കേണ്ടതെന്നുള്ളതിൻ്റെ പ്രയോഗങ്ങളാണ് ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, ട്രംപിൻ്റെ ഒരു വിലാപം ഇന്നലെ വന്നിരുന്നു. അമേരിക്കയിലെ കോടതികൾ ഈ താരിഫിൽ ഇടപെട്ട് വല്ല സ്റ്റേ ചെയ്യുകയോ വല്ലതും ചെയ്താൽ 1929 ഡിപ്രഷനിലേക്ക് അമേരിക്ക വീണു പോകും, അതുകൊണ്ട് എനിക്ക് വേറെ മാർഗ്ഗമില്ല. അപ്പോൾ ഗതികെട്ട് ചെയ്യുകയാണെന്ന് ട്രംപും പറയുന്നുണ്ട്. അമേരിക്ക വലിയ തകർച്ചയിലാണത്. അല്ല, അത് ഇയാൾ മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. കാര്യം ഇയാൾ ഈ കൂട്ടിയിരിക്കുന്ന ട്രംപ് പിന്നെ ഈ താരിഫിൻ്റെ മുഴുവൻ പാപഭാരം ഏൽക്കേണ്ടി വരുന്ന അമേരിക്കൻസാണ് ഇല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് എല്ലാത്തിനും ഒന്നും ഏർപ്പെടുത്തിയിട്ടില്ല എങ്കിലും ഇപ്പം ഇന്ത്യ വിട്ടേക്കുക, ഇപ്പം വിയറ്റ്നാം ആണെങ്കിലും ചൈന ആണെങ്കിലും മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ എല്ലായിടത്തു നിന്നും ഇറക്കുമതി ചെയ്യുന്നതിന് ചുങ്കം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് സഫർ ചെയ്യേണ്ട അമേരിക്കൻസാണ്. അത് നാച്ചുറലി അവർ വീണ്ടും ഒരു എക്കണോമിക് റിസഷനിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ടാണ് ഫെഡറൽ റിസർവ് മറ്റേ പവലുമായിട്ട് ഇയാൾ ഉടക്കിക്കൊണ്ടിരിക്കുന്നത്, രാജിവെക്കണം എന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിന് ഈ സംഗതി എന്താണെങ്കിലും ഫെഡറൽ റിസർവിൻ്റെ ചെയർമാൻ സ്ഥാനത്തെത്തുന്ന വ്യക്തിക്ക് സാമാന്യ ബുദ്ധി ഇല്ലാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവരൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ വരാൻ പോകുന്ന അമേരിക്കയുടെ ആ ഒരു ഡിക്ലൈനും ഒരു വല്ലാത്തൊരു ക്രൈസിസും നേരിടുന്നുണ്ട്. മാത്രമല്ല, ഇറ്റ്സ് എ ബിഗ് ഷിപ്പ്. അതിന് ഒരു ചെറിയ വള്ളമാണെങ്കിൽ നമുക്കെടുത്ത് ഉടനെ തന്നെ മറിച്ചിടാൻ പറ്റും. പക്ഷേ വലിയ കപ്പൽ മുങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പൊക്കാൻ പറയാം. എനിക്ക് വലിയ വിരോധാഭാസമായിട്ട് തോന്നിയത് ഇന്ത്യൻ മേധാവി രാജിവെക്കണം ട്രംപ് പറയാണ്. ഇത് അമേരിക്കൻ കമ്പനി അല്ലല്ലോ, ഒരു സ്വകാര്യ കമ്പനിയല്ലേ. ട്രംപ് പറയുന്നതിനെതിരെ നിലപാടെടുത്താൽ അപ്പോൾ രാജിവെച്ചു. അതെ, അതാണ് അയാളുടെ നിലപാട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇതിനെ ഇപ്പോൾ കാണേണ്ടത്. ഇപ്പോൾ ഡോവലിൻ്റെ മാത്രമല്ല, ഡോവലാണ് പോയിരിക്കുന്ന സംഗതി. അതെ, അപ്പോൾ ഡോവലിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ യാതൊരു പിന്നെ മയവും ഉണ്ടാവില്ല, നിലപാടുകൾ ഷാർപ്പായിരിക്കും. അത് ഏത് രീതിയിലാണെന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മെസ്സേജാണ് ഇപ്പോൾ ഡോവലിൻ്റെ അങ്ങോട്ട് അയക്കുന്നതിലൂടെ. അത് മാത്രമല്ല, ഇപ്പോൾ പുടിൻ വരാൻ പോകുന്നു, ഒക്ടോബറിന് മുമ്പ് പുടിൻ ഇന്ത്യ സന്ദർശിക്കുന്നു. അപ്പോൾ ഈ മൂന്ന് ശക്തികൾ എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ഇപ്പം പ്രത്യേകിച്ചും ഇന്ത്യയും ചൈനയും രണ്ടും മാനുഫാക്ചറിങ് സെൻറ്റേഴ്സാണ് അല്ലേ. ഇപ്പോൾ റഷ്യ അത്രയും ഇല്ലയെന്ന് വയ്ക്കും, റഷ്യ മാറ്റി നിർത്തുക. പക്ഷേ റഷ്യ എനർജിയിൽ ഭയങ്കര മുന്നിലാണ്. അപ്പോൾ റഷ്യയുടെ എനർജി, ഈ ഇന്ത്യയിലെയും ചൈനയിലെയും മാനുഫാക്ചറിങ് കേപ്പബിലിറ്റീസ്, അമേരിക്കയിലെല്ലാം അവർക്കില്ലാത്തൊരു സാധനം. അത് ട്രംപ് വിചാരിക്കുന്നത് ഇതൊക്കെ കൊണ്ട് അവരുടെ ഈ ഇത്തരം ഒരു ഒരു എന്താ പറയുക, ഈ നടപടികൾ കൊണ്ട് അവിടെ മാനുഫാക്ചറിങ് സാധ്യമാക്കാവുന്ന ഒരിക്കലും സാധിക്കത്തില്ലത്. ഒരു സുപ്രഭാതത്തിലുണ്ടാകുന്ന സംഗതിയല്ല മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഉദാഹരണത്തിന് അവിടുത്തെ ഹോസ്പിറ്റൽസിലെ ഡോക്ടേഴ്സിന് ഇന്ത്യക്കാരായ ഡോക്ടേഴ്സ് പിൻവാങ്ങുകയാണെങ്കിൽ അമേരിക്കൻ ഹോസ്പിറ്റലിൻ്റെ അവസ്ഥ എന്താണ് അല്ലേ. അതേപോലെ അവിടുത്തെ ടെക് കമ്പനീസിൽ നിന്ന് ഇന്ത്യൻസ് തിരിച്ച് നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചു കഴിഞ്ഞാലോ, പോണ്ടി വരുവാണെങ്കിൽ ടെക് കമ്പനീസിൻ്റെ അവസ്ഥ എന്താണ്.
അവിടെ ഇതെല്ലാം കാണിക്കുന്നത് അമേരിക്കൻ എംപയറിൻ്റെ ഡിക്ലൈൻ്റെ ഓരോ സ്റ്റേജസാണ് നമ്മൾ ഈ കാണുന്നത്. അതോടൊപ്പം തന്നെ ഒരു ഏഷ്യൻ യൂണിഫിക്കേഷൻ വരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിനോട് നമുക്ക് നന്ദി ഉണ്ടാവണം. കാരണം എന്ന് വെച്ചാൽ ചൈനയും ഇന്ത്യയും ഒന്നിക്കേണ്ട രാജ്യങ്ങളാണ്. ചൈനയും ഇന്ത്യയും കൂടെ അക്കൂട്ടത്തിൽ ഇത് ഈ മറ്റേ ഈ വെള്ളം വാഴ നനയുമ്പോൾ ചീര നനയും എന്ന് പറഞ്ഞ പോലെ ഇറാനും അതെ. ഈ ഏഷ്യൻ രാജ്യങ്ങൾ ഇതെല്ലാം വൈവിധ്യങ്ങളുടെ ഒരു നാടുകളാണ്. ഒരുപാട് സമ്പത്ത്, ഈ സമ്പത്തെന്ന് പറഞ്ഞാൽ നാച്ചുറൽ റിസോഴ്സ് കൊണ്ട് റിച്ചാണ്. ഈ ഇവിടുത്തെ ഉദാഹരണത്തിന് അമേരിക്കയിലെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ ടോട്ടൽ 5% ഓഫ് ദ ഗ്ലോബൽ പോപ്പുലേഷൻ. ഈ 5% ഈ ലോകത്തിലെ ഏതാണ്ട് 60-70 ശതമാനത്തോളം ഈ റിസോഴ്സസ് അല്ലെങ്കിൽ ധാതു ലവണം എല്ലാം കൺസ്യൂം ചെയ്യുന്ന ജനത എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇവിടെ എല്ലാം അത് ഇത്തരം യാഥാർത്ഥ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ആണ് ഇപ്പോൾ ഈ പറഞ്ഞ ഏഷ്യൻ രാജ്യങ്ങളും ഈ പറഞ്ഞ മാനുഫാക്ചറിങ്ങിലേക്കും ഈ പറഞ്ഞതുപോലെ പല പല ഒരു ഇപ്പോഴാണ് അവരുടെ ഒരു വികാസത്തിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് മാറി കിടക്കുന്നത്. പക്ഷേ ഇവിടെയാണ് ഇന്ത്യയാണെങ്കിലും ചൈനയാണെങ്കിലും ഈ ടെക്നോളജിയിലും വളരെ മുമ്പിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ അതിനകത്ത് റഷ്യ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞതുപോലെ ഒരു ട്രഡീഷണൽ ലെവലിൽ ഇപ്പോഴും കിടക്കുന്നത് ഈ സാമൂഹികമായിട്ട് നോക്കുമ്പോൾ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പുടിൻ അതും അമേരിക്ക തന്നെയാണ് കാരണം. ഇപ്പോൾ ഉദാഹരണത്തിന് 2014 ഇപ്പോൾ ഈ യുക്രൈനിലെ മന്ത്രിസഭകളെ മുഴുവൻ മാറ്റിക്കൊണ്ടിരുന്നത് അമേരിക്കയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ അമേരിക്കൻ പ്രൊഫസർ ജെഫ്രി സാക്സിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ് 2014 തുടങ്ങിയ യുദ്ധമാണ് ഇതെന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ കാര്യം നാറ്റോ 2014 യുക്രൈനിലേക്ക് നിലയുറപ്പിക്കാൻ ശ്രമിച്ചതാണ്. അന്ന് തുടങ്ങിയ സംഘർഷത്തിൻ്റെ ഒരു പരിണിത ഫലമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അമേരിക്കയുടെ ഒരു എന്താ പറയുക സാമ്രാജ്യത്വ സ്വഭാവത്തിൻ്റെ അന്ത്യം തന്നെയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അതെ, S-400 എടുത്ത് നമ്മളിപ്പോൾ പ്രയോഗിച്ചു അമേരിക്കയ്ക്ക് നേരെ. അത് അമേരിക്കയ്ക്ക് നേരെ പ്രയോഗിച്ചിരിക്കുകയാണ്. എക്സാക്ട്ലി. നമ്മളിപ്പോൾ അമേരിക്കയ്ക്ക് നേരെ S-400 എന്ന പൊളിറ്റിക്കൽ വെപ്പൺ ഉപയോഗിച്ചിരിക്കുകയാണ്. അതെ അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.